നിങ്ങളിപ്പോ ആവശ്യമില്ലാത്ത വർത്താനാണ് ഇപ്പൊ ഈ പറയണത്. ഇത്ര ആൾക്കാരാണ് നിങ്ങളിത് പറയേണ്ട ആവശ്യമുണ്ടോ? എന്താ പ്രശ്നം? ഒന്നുമില്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തട്ടി തറഞ്ഞു വീണതാ. അതൊന്നല്ല, ഞാൻ കുറഞ്ഞിട്ട് അവിടെ കാണുന്നുണ്ട്. ഒരു മനുഷ്യനോട് പറയില്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം കേട്ടോ. ഞാൻ ഉംറക്ക് പോകാൻ വേണ്ടിട്ട് ഒരു കുട്ടി വെച്ചിന്ന് 1,00,000 റുപ്യ ഉണ്ടായിരുന്നു പറഞ്ഞു. അതിന് 50,000 റുപ്യ കാണാനില്ല. മുത്തോ ഞാനടാ എറുമ്പ് അരിമണി പെറുക്കി കൂട്ടുന്ന മാതിരി പെറുക്കി കൂട്ടിയിട്ട് പാല് വിറ്റുണ്ടാക്കിയ പൈസ ഞാൻ പുറത്തു. സാറില്ല കോയക്ക, സാറില്ല, നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഞാൻ പറയുന്നേക്ക് കരയണ്ട. നിങ്ങളിത് ഇപ്പൊ 50,000 റുപ്യ ഇല്ലേ, അതിന് വലിയ സ്വർണ്ണം എന്തെങ്കിലും വാങ്ങി നോക്കി. ഇപ്രാവശ്യം പോയില്ലെങ്കിലും അടുത്ത പ്രാവശ്യം ഉമ്രക്ക് പോകാലോ. ഉംറക്ക് പോകാനുള്ള വിധില്ല. അതന്നെ, ആ സ്വർണ്ണം ഇവിടെ വാങ്ങിച്ചിട്ട് അതും കൂടി പോകാനല്ലേ. നിങ്ങളെ വീട്ടിൽ സ്വർണ്ണം വെക്കാൻ നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ ഇന്നെ ഏൽപ്പിച്ചോളി, ഞാൻ എടുത്തു വെച്ചോളാം. പോരെ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ. നിങ്ങൾ ഉള്ള പൈസക്ക് മണ്ണാക്കാട് ഹയാസ് ഗോൾഡ് പോയിട്ട് കുറച്ച് സ്വർണ്ണം വാങ്ങി നോക്കി. അത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഹയാസ് ഗോൾഡിൽ നിന്ന് നിങ്ങൾ സ്വർണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ വാർഷികം പ്രമാണിച്ചിട്ട് 13-ാം തീയതി മുതൽ ഒരു സെയിൽ നടക്കുന്നുണ്ട്. അവിടെ കൂപ്പൺ കോഡും കൊടുക്കുന്നുണ്ട്. ആ കൂപ്പൺ നറുക്കെടുത്താൽ ഒരാൾ ഒരു ഉമ്രക്ക് കൊണ്ടുപോകുന്നുണ്ട്. അഥവാ ആ ഭാഗ്യം നിങ്ങൾക്ക് ആണല്ലോ കോയാക്ക, നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ ഉള്ള പൈസ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കും. നിങ്ങൾ അവിടെ പോയിട്ട് എന്റെ പേര് പറഞ്ഞോളി. കുഞ്ഞുട്ടിയെ, എന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, അതിന് കുറച്ച് സ്വർണ്ണം എടുക്കണം വെച്ച്. ഇത് 50,000 റുപ്യ ഉണ്ട്. ഇതിന് കിട്ടണ സ്വർണ്ണം എന്താന്ന് വെച്ചാല് അത് എടുത്ത് കാണിച്ച് മേനയിലുള്ള മുത്തൂന്റെ അടുത്ത് കൊടുത്താൽ മതി. എന്റെ കൈക്കത്തെ എന്റെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ജിന്റെ പേരിൽ ആ കൂപ്പൺ അതിൽ എഴുതിടാൻ മറക്കരുത്.